വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. IPL-ൽ ഇന്ന് RCB-യും LSG-യും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ടോസ് ലഭിച്ച RCB ലക്നൌവിനെ ബാറ്റിങ്ങിന് അയക്കുന്നു. അതിനിടയ്ക്ക് മഴ പലതവണ കളി തടസ്സപ്പെടുത്തുന്നു. RCB-ക്ക് ഒരു വിക്കറ്റ് നേടാൻ 95 റൺസ് വരെ കാത്തിരിക്കേണ്ടി വരുന്നു. അവസാനം 19 ഓവറാക്കി മത്സരം ചുരുക്കുന്നു. 19 ഓവർ പൂർത്തിയാകുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ LSG 209 റൺസ് നേടുന്നു. മിച്ചൽ മാഷ് 56 പന്തുകളിൽ LSGക്ക് വേണ്ടി ഇന്ന് 111 റൺസാണ് നേടിയത്. 9 സിക്സുകളും 9 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. ആ ഒരു ഇന്നിങ്സിന്റെ ബലത്തിൽ തന്നെയാണ് 209 എന്ന സ്കോർ LSG നേടിയെടുക്കുന്നത്. മഴ മൂലം ഓവർ ചുരുക്കിയത് കൊണ്ട് RCBക്ക് ടാർഗറ്റ് വെക്കുന്നത് 213. ഇവിടെ എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ഒരു ഇടിവെട്ട് ഇന്നിങ്സ് ആണ്. അവസാനത്തിൽ വന്ന് വെറും 10 പന്തുകളിൽ നേടിയത് 32 റൺസായിരുന്നു. ആ 32 റൺസിന്റെ ബലത്തിൽ തന്നെയാണ് 9 റൺസിന്റെ വിജയം ഇന്ന് LSG പിടിച്ചെടുക്കുന്നത്. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനക്കാരായ RCBക്കെതിരെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന LSGയുടെ ഈ വിജയത്തോടുകൂടി RCBയുടെ പ്ലേ ഓഫ് സാധ്യത ഇനിയും ഉറപ്പിക്കാനാകുന്നില്ല. RCB ബൗളേഴ്സ് അവസാന ഓവറുകളിൽ ലക്ഷ്യബോധമില്ലാതെ പന്തെറിഞ്ഞപ്പോൾ ഋഷഭ് പന്ത് 2 സിക്സുകളും 4 ഫോറുകളുമാണ് നേടിയെടുത്തത്. നിക്കോളാസ് പുരൻ 23 പന്തിൽ നേടിയത് 38 റൺസായിരുന്നു, 1 സിക്സും 4 ഫോറും അടക്കം. RCB ബൗളിംഗ് നിരയിൽ കൃണാൽ പാണ്ഡ്യ മാത്രമാണ് മികവ് പുലർത്തിയത്. 4 ഓവറിൽ 31 റൺസ് വിട്ടുകൊടുത്തൊരു വിക്കറ്റും നേടിയെടുത്തു. ബാറ്റിങ്ങിലും ഇന്ന് പാണ്ഡ്യ മികച്ചൊരു പ്രകടനം തന്നെയാണ് അവസാന ഘട്ടത്തിൽ കാഴ്ചവെച്ചത്. LSGക്ക് വേണ്ടി സെഞ്ചുറി നേടിയ മിച്ചൽ മാഷ് തന്നെയാണ് ഇന്നത്തെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. RCBയുടെ തുടക്കം തന്നെ ഇന്ന് തകർച്ചയോടെയായിരുന്നു. മുഹമ്മദ് ഷമിയും പ്രിൻസ് യാദവും കൃത്യതയോടെ പന്തെറിഞ്ഞപ്പോൾ റൺസ് കണ്ടെത്താൻ വിഷമിക്കുക മാത്രമല്ല വിലപ്പെട്ട വിക്കറ്റുകളും അവർക്ക് നഷ്ടമായി. ആദ്യ ഓവറിൽ തന്നെ ജേക്കബ് ബത്തേലിനെ ഷമി പുറത്താക്കുന്നു. പിന്നീട് വിരാട് കോഹ്ലിയെ 0-നാണ് പ്രിൻസ് യാദവ് പുറത്താക്കുന്നത്. ഒരു മനോഹരമായ ഡെലിവറിയിലൂടെ ക്ലീൻ ബൗൾഡാക്കിക്കൊണ്ടാണ് കിങ് കോഹ്ലിയെ പ്രിൻസ് യാദവ് മടക്കി അയക്കുന്നത്. പ്രിൻസ് യാദവിൻ്റെ ആ ഒരു വിക്കറ്റ് നേട്ടത്തിൻ്റെ സെലിബ്രേഷൻ മൈതാനത്തിൽ വേറെ തന്നെ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ അവിടം കൊണ്ട് RCB തകർന്നെന്ന് കരുതിയെടുത്തു നിന്നാണ് ദേവ്ദത്ത് പടിക്കലും ക്യാപ്റ്റൻ രജത് പടിദറും കൂടി തിരിച്ചുവരവ് നടത്തുന്നത്. LSGക്ക് വേണ്ടി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മനോഹരമായ ഒരു ഇന്നിങ്സ് കളിച്ചതുപോലെ തന്നെ RCBക്ക് വേണ്ടി ക്യാപ്റ്റൻ പടിദർ മികച്ചൊരു ഇന്നിങ്സ് തന്നെയാണ് കളിച്ചത്. 31 പന്തുകളിൽ 61 റൺസ് എടുത്താണ് ക്യാപ്റ്റൻ പുറത്താകുന്നത്. 6 സിക്സുകളും 3 ഫോറുകളും അടങ്ങുന്നതായിരുന്നു രജത് പടിദറിന്റെ ഇന്നിങ്സ്. എന്നാൽ ദേവ്ദത്ത് പടിക്കലിന് 25 പന്തിൽ 34 റൺസ് മാത്രമാണ് നേടാനായത്. ജിതേഷ് ശർമ്മ വീണ്ടും പതിവ് പോലെ നിരാശപ്പെടുത്തി. അതിനുശേഷമാണ് ടിം ഡേവിഡിന്റെ ഒരു വരവ്. വെറും 17 പന്തുകളിൽ നിന്നാണ് 40 റൺസ് നേടിയെടുത്തത്. ടിം ഡേവിഡും കൃണാൽ പാണ്ഡ്യയും കൂടി RCBയെ വിജയതീരത്ത് അണിയിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ഷഹ്ബാസ് അഹമ്മദ് ഒരു ബ്രേക്ക് ത്രൂ നൽകിക്കൊണ്ട് ഡേവിഡിനെ പുറത്താക്കുന്നത്. ക്യാപ്റ്റൻ രജത് പടിദറിനെയും പുറത്താക്കിയത് ഷഹ്ബാസ് തന്നെയായിരുന്നു. കളിയുടെ ഗതി മാറ്റിയ വിക്കറ്റുകളായിരുന്നു അവ രണ്ടും. അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് 20 റൺസായിരുന്നു. എല്ലാ പേസ് ബൗളർമാരുടെയും 4 ഓവർ പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടെയാണ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഒരു സ്പിന്നറെ കൊണ്ടുവരുന്നത്, ദിഗ്വേഷ് സിംഗിനെ. യഥേഷ്ടം റൺസ് വഴങ്ങി നിൽക്കുന്ന താരമാണ്. റൊമാരിയോ ഷെപ്പേർഡാണ് സ്ട്രൈക്കിലുള്ളത്. അയാൾക്ക് മുന്നിലേക്കാണ് ഒരു സ്പിന്നറെ കൊണ്ടുവിടുന്നത് ക്യാപ്റ്റൻ ഋഷഭ് പന്ത്. പലരും തലക്ക് കൈവച്ചു. വേണ്ടത് വെറും 20 റൺസ് മാത്രം. പക്ഷേ ഒരു അത്യുജ്വല ബൗളിംഗ് ആയിരുന്നു ആ ഒരു ഓവറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യ 2 പന്തുകളിലും സിംഗിൾ മാത്രമാണ് അനുവദിച്ചത്. 3-ാം പന്ത് ഡോട്ട് ഔട്ട്. പിന്നീട് ഒരു വൈഡ് എറിയുന്നു. അടുത്ത പന്ത് ബൗണ്ടറി നേടുന്നു. അവസാന 2 പന്തിൽ 13. അവിടെ ഒരു 2 റൺസ് മാത്രമാണ് അനുവദിക്കുന്നത്. അവസാന പന്തിൽ 1 റൺസ് മാത്രമാണ് അനുവദിക്കുന്നത്. 9 റൺസിന്റെ വിജയവുമായി 2 വിലപ്പെട്ട പോയിന്റ് നേടിയെടുക്കുന്നു LSG ഇന്നത്തെ മത്സരത്തിൽ. പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ് ഇന്നലെ പരാജയപ്പെട്ടപ്പോൾ ഇന്ന് RCB പോയിന്റ് പട്ടികയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന LSGയുമായി പരാജയപ്പെടുന്നു. അവസാന 4 ടീമുകൾ ആരെല്ലാമെന്ന് ഉറപ്പിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ആവേശത്തിൻ്റെ മത്സരങ്ങളാണ് IPLന്റെ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.